ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്തൂർ 1,75,792 വോട്ടിന്റെ ലീഡുമായി പ്രിയദർശിനിയായി പ്രിയങ്ക. അതെ, നോക്കൂ, 963 എന്നുള്ളത് മാറി 412. BJP ലീഡ് 412 കുറഞ്ഞിരിക്കുന്നു. BJPയുടെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെയിം ട്രെൻഡാണ്. അങ്ങനെയാണെങ്കിൽ 9,000 10,000 ശ്രീകണ്ഠൻ ഇഫക്ട് അതേ പോളിംഗിൽ വന്നിരിക്കുന്നു. അതേ രീതിയിലാണ് പാറ്റേൺ. അതേ പാറ്റേണിലേക്ക് വന്നിരിക്കുന്നു. ലോക്സഭയുടെ അതേ ട്രെൻഡ് ആവർത്തിക്കുന്നു. ഷാഫി പറമ്പിൽ പിരായിരിയിൽ ഷാഫി ട്രെൻഡ് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ രാഹുലിന്റെ നല്ല ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധിക്കും. ശ്രീകണ്ഠൻ എന്തായാലും കറക്റ്റായി പണിയെടുത്തിട്ടുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതെ, 412 വോട്ടുകൾക്ക് മാത്രമാണ് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വോട്ടെണ്ണി കഴിയുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇനി പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലുമാണ്. അവിടെ BJPക്ക് വലിയ പ്രതീക്ഷയില്ല. BJP ശക്തമായ പോരാട്ടം കണ്ണാടിയിൽ നടത്തും. പക്ഷേ എങ്കിലും പിരായിരിയിൽ പ്രതീക്ഷയുള്ളത് സരിനാണ്. LDF പിരായിരിയിൽ എത്ര പിടിക്കുന്നു? പക്ഷെ നോക്കൂ, LDFനെ സംബന്ധിച്ചിടത്തോളം ബഹുദൂരം അവർ പിന്നിലായി കഴിഞ്ഞു. 4 റൗണ്ടുകൾ കഴിയുമ്പോൾ ഏകദേശം ഒരു 4,000-5,000 വോട്ടുകൾക്ക് പിന്നിലായി കഴിഞ്ഞു. അതിന് മേക്കപ്പ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കണ്ണാടിയിലും മേക്കപ്പ് ചെയ്യുന്നതിന്റെ അല്ല, അവർ വോട്ട് ഉയർത്തുകയാണെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയാണെങ്കിൽ പോലും ഇനി രാഹുലിന്റെ വിജയത്തെ അത് ബാധിക്കില്ല എന്ന് തോന്നുന്നു. കാരണം BJPയുടെ വോട്ട് വിഹിതം ഉയർത്തണം. ഇനി